ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയൻ. ചെറിയൊരു നാടൻ രീതിയിലുള്ള ഗോബി മഞ്ചൂരിയൻ. പക്ഷേ ചൈനീസ് സ്റ്റൈലാണോ എന്ന് ചോദിച്ചാൽ അതേ ചൈനീസ് സ്റ്റൈലിലുമാണ്. അപ്പോൾ ആദ്യം തന്നെ ഗോബി ഈ മീഡിയം സൈസിൽ ഒരു ഗോബി മേടിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കുക. എന്നിട്ടത് വാരി വയ്ക്കുക. നമുക്ക് വേണ്ടത് സവാള കൊത്തിയരിഞ്ഞത്, വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, പച്ചമുളക് ചെരിച്ചിട്ട് സ്ലൈസ് ചെയ്തത്, ഏകദേശം പിന്നെ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, ഏകദേശം ഇത്രയും ഇഞ്ചി അരിഞ്ഞത് വേണം. ഒരു 2 വലിയ സവാള, 2 അല്ല 4 വലിയ സവാള, ഇത്രയും കോളിഫ്ലവറിന് 4 വലിയ സവാള കൊത്തിയരിഞ്ഞത്, ഒരു 10-25 വെളുത്തുള്ളി അരിഞ്ഞത്. അപ്പോൾ ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്യണം, ഗോബി എടുത്ത് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരു ബൗളിൽ ഒരു 4 ടേബിൾ സ്പൂൺ മൈദ, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, കുറച്ച് ഉപ്പ്, സോയ സോസ്, ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ സോയ സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് അതിൻ്റെ കൂടെ ഉപ്പും ഇട്ടിട്ട് ഇത്രയും ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ ഉണ്ടാക്കണം. കട്ടകളൊന്നുമില്ലാതെ എല്ലാം ഉടച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ബാറ്ററിന്. എന്നിട്ട് ആ മാവിലേക്ക് നമ്മൾ വൃത്തിയാക്കി തിളച്ച വെള്ളത്തിൽ നിന്ന് വാരി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എടുത്തിട്ട് ഈ ബാറ്ററിലിട്ട് വയ്ക്കുക. ബാറ്റർ ഒരുപാട് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് കട്ടിയുമാകരുത്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇടുക. എന്നിട്ട് അത് മിക്സ് ചെയ്ത് വെക്കുക. അതൊരു 10 മിനിറ്റ് അങ്ങനെ അടച്ചു വയ്ക്കുക. കോളിഫ്ലവർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടൊരു 10 മിനിറ്റായി. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ചൈനീസ് ഐറ്റംസ് ഒന്നും ഒരിക്കലും നമ്മൾ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യാൻ പാടില്ല, അതിന് സൺഫ്ലവർ ഓയിൽ തന്നെ വേണം. ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തു, അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഇത് ശരിക്കും ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്, പക്ഷേ ഞാനിവിടെ ഒരുപാട് എണ്ണ പ്രയോഗം ചെയ്യാത്തത് കൊണ്ട് സാധാരണ പോലെ ഒരു ഷാലോ ഫ്രൈ മാത്രമേ ചെയ്യുന്നുള്ളൂ. ശരിക്കുള്ള ചൈനീസ് ഗോബി മഞ്ചൂരിയൻ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യാറ്, അതിന് പകരം നമ്മളിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഓരോന്നായിട്ട് ആ ഗോബി പറക്കിയിടുക, തിരിച്ചും മറിച്ചിടുക. ഒരുപാട് ഫ്രൈ ആവരുത്, ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ മറിച്ചിടുക. ആ സൈഡും ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ കോരി മാറ്റി വയ്ക്കുക. ഇത് 2 സൈഡും ഇപ്പോൾ റെഡിയായി. നമുക്ക് ഇത് കോരി മാറ്റാം. അതേ എണ്ണയിലേക്ക് ആദ്യം വെളുത്തുള്ളി കൊത്തിയരിഞ്ഞിടുക. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഹൈ ഫ്ലെയിമിൽ വേണം നമുക്ക് ചെയ്യാൻ വേണ്ടി. വെളുത്തുള്ളിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇഞ്ചി അരിഞ്ഞിടുക. അതും ഒന്ന് വഴറ്റുക. അതിനുശേഷം സവാള കൊത്തിയരിഞ്ഞതും പച്ചമുളകും, ഏകദേശം ഒരു 8-10 പച്ചമുളക് വേണം, നല്ല എരിവുള്ളത്. അതിൻ്റെ കൂടെ ഒരു 4 വലിയ സവാള, 4 അല്ലെങ്കിൽ 3 വലിയ സവാള കൊത്തിയരിഞ്ഞത്. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റുക.
ബ്രൗൺ കളറൊന്നും ആവുന്ന വരെ വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് കുഴഞ്ഞ പരുവത്തിലായാൽ മാത്രം മതി. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇടുക. സവാള വേഗം വഴന്ന് കിട്ടാനാണ് നമ്മളിപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാം. സവാളയൊക്കെ കുഴഞ്ഞ പരുവത്തിലായി. ഇനി നമുക്കിതിലേക്ക് സോസസ് ആഡ് ചെയ്യാം. ആദ്യം തന്നെ സോയാ സോസ്, മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ആഡ് ചെയ്തു ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് റെഡ് ചില്ലി സോസ് ആഡ് ചെയ്യാം. ഇനി ഇതിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂണിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലതായിട്ട് വഴറ്റുക. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്ട്രാ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ കാശ്മീരി മുളക് പൊടിയും റെഡ് ചില്ലി സോസിൻ്റെയും കളർ കൊണ്ട് ഇതൊരു റെഡ് കളറായിട്ട് തന്നെ വന്നോളും. കുറച്ചും കൂടി ഉപ്പ് ഇടുക. സോസിനൊക്കെ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യാനായിട്ട്. ഇനി ഈ പുളിയും എരിവും ഉപ്പും എല്ലാം കൂടി ബാലൻസ് ആവാനായിട്ട് 1 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യണം, പഞ്ചസാര. എന്നിട്ട് നമുക്കതിലേക്ക് 1 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിക്കാം. എന്നിട്ട് തിളച്ചിട്ട് ഇതൊന്ന് കുറുകി വരണം. കുറുകി വന്നു കഴിയുമ്പോൾ നമുക്ക് പറയാം ഇതിൻ്റെ സോസ് റെഡിയായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ സോസ് പ്രിപ്പറേഷൻ ഇപ്പോൾ ചെയ്ത വരെയുള്ള സ്റ്റെപ്പ് നേരത്തെ ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ എപ്പോൾ നമുക്ക് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ തോന്നണോ ആ സമയത്ത് ഗോബി വറുത്തിട്ട് ആ സോസിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വിനീഗർ കൂടി ഒഴിക്കണം. ആവശ്യത്തിന് കുറുകി നമുക്കിനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും അതിൻ്റെ കൂടെ ഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന അണിയനും ക്യാപ്സിക്കവും കൂടി ആഡ് ചെയ്യാം. ഞാനൊരു ക്യാപ്സിക്കമാണ് ഇതിന് ആഡ് ചെയ്തിരിക്കുന്നത്. സവാള ഇതുപോലെ ഡൈസ് ചെയ്ത് വെക്കുക. ക്യൂബായിട്ട് ക്യാപ്സിക്കവും ക്യൂബായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അവസാനമായിട്ട് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി വിതറുക. വീണ്ടും മിക്സ് ചെയ്യുക. നമുക്കിപ്പോൾ ഇതിലേക്ക് ഒന്നുകൂടി നല്ല ചൈനീസ് ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ സെലറി, സ്പ്രിംഗ് ഒണിയൻ കൂടി ഇതിൽ ആഡ് ചെയ്യാം. ഒന്നും ഇടാതെ നാടൻ രീതിയിലാണ് ഇതുണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡിയായി. ഇതൊരു സെമി ഡ്രൈ ആണ്. കുറച്ചും കൂടി നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ലാസ്റ്റ് കോൺഫ്ലവർ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/4 ഗ്ലാസ് വെള്ളത്തിൽ, തണുത്ത പച്ചവെള്ളത്തിൽ ഇളക്കിയിട്ട് അലിയിപ്പിച്ചിട്ട് അത് ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഗ്രേവിയുള്ള ഗോബി മഞ്ചൂരിയൻ കിട്ടും. ഞാനിതിപ്പോൾ സെമി ഡ്രൈ ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കോൺഫ്ലവർ ഒന്നും കലക്കി ഒഴിച്ചിട്ടില്ല. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നൂഡിൽസിൻ്റെ കൂടെയോ ഒക്കെ വളരെ നല്ല കോമ്പിനേഷനാണ്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് അഭിപ്രായം അറിയിക്കാം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ സുകൂസ് തനി നാടൻ. താങ്ക് യു.